ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി റൂം ഷിഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് വൂസ്ബർഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. സോ ഞാനും അവളും കൂടെ ഇന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വൂസ്ബർഗിലേക്ക് പോകാൻ ഏകദേശം ഒരു 6 മണിക്കൂർ ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു പോകുന്ന വഴി ക്രോഷ്യ ചെയ്യാം, അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ബസ്സിൽ കയറിയത് ഞാനൊരു സൈഡായിരുന്നു കേട്ടോ. പിന്നെ വൂസ്ബർഗ് എത്താറായപ്പോഴാണ് എനിക്കത്. ജർമ്മനിയിൽ വന്നിട്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏറ്റവും ടാസ്ക് ആയിട്ട് വരുന്നത് ഈ റൂം ഷിഫ്റ്റിംഗ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും നാൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ട്, അതും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതും പിന്നെയും നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഈ വെയിറ്റും കൊണ്ട് പോകണം. അത് അത്യാവശ്യം നല്ല പണി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നത് 2 വട്ടമായിട്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ വട്ടം വലിയ 2 പെട്ടി കൊണ്ടുവച്ചായിരുന്നു. ആൻഡ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളൊരു 3:30 ആയപ്പോഴേക്കും വൂസ്ബർഗ് എത്തിയായിരുന്നു. വൂസ്ബർഗ് അത്യാവശ്യം നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള സിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആസ്വദിക്കാൻ വലിയ കാര്യമായിട്ട് തോന്നിയില്ല, കാരണം നല്ല വയ്യാണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിലെത്തി. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ താക്കോൽ ഉണ്ടായിരുന്നില്ല. ഓണർ വന്നിട്ട് താക്കോൽ തരികയാണ് കേട്ടോ ഇന്ന് ചെയ്യേണ്ടതുണ്ടായിരുന്നത്. പുള്ളിക്കാരി വരുമ്പോൾ 1 hour ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് ആദ്യം കുറേ നേരം ഇരുന്ന്, എന്നിട്ടും വരാണ്ടായപ്പോൾ ഇരുത്തം മാറിക്കെടുത്തായി. ആൻഡ് എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുള്ളിക്കാരി വന്നത്. അങ്ങനെ ഓണർ വന്ന് നമുക്ക് താക്കോലൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, റൂമൊക്കെ നല്ല അടിപൊളി നൈസ് റൂമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് റൂം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് റൂം കാണാൻ പറ്റിയത്. എന്നിട്ട് ഞങ്ങൾ പെട്ടിയൊന്നും നിൽക്കാൻ നിന്നില്ല, നേരെ പോയി ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചു. നമ്മളിന്ന് പോർക്ക് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ ബിഗ് ബോസ് ഒക്കെ കണ്ട് കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത്.